PM ശ്രീ പദ്ധതിയിൽ ചീഫ് സെക്രട്ടറിക്ക് കേന്ദ്രം അയച്ച കത്തിന്റെ പകർപ്പ് പുറത്ത്. പദ്ധതി നടപ്പാക്കാൻ തുടർ നടപടികൾ സ്വീകരിക്കണമെന്നാണ് കത്തിൽ ആവശ്യം. മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചതായി മുൻ സർക്കാർ അറിയിച്ചിരുന്നുവെന്നും കത്തിൽ പറയുന്നുണ്ട്. മെയ് 8-നാണ് കേന്ദ്രം ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചത്. ഹാൻസ് ജോൺ ചേരുന്നു. ഹാൻസ്, അപ്പോൾ മുൻ സർക്കാർ ഇങ്ങനെ ഒരു കത്ത് അയച്ചിട്ടുണ്ട് എന്നുള്ളത് ഇക്കാര്യത്തിൽ നിന്നും വ്യക്തമാണ്. അപ്പോൾ പുതിയ സർക്കാരിന്റെ നിലപാട് അറിയുവാൻ വേണ്ടിയല്ലേ നിലവിൽ ഈ കത്ത് അയച്ചിരിക്കുന്നത്? അപ്പോൾ ഈ സർക്കാരാണല്ലോ അതിൽ നിലപാട് അറിയിക്കേണ്ടത്. ശ്യാമിലി, അങ്ങനെയല്ല. കാരണം ഈ കത്ത് അയക്കുന്നത് മെയ് 8-ാം തീയതിയാണ്. ആ സമയത്ത് പുതിയ UDF സർക്കാർ അധികാരത്തിലേറ്റിട്ടില്ല. ഈ ഇലക്ഷൻ റിസൾട്ട് വന്ന് UDFന് ഭരണം ലഭിച്ച സമയമാണ്. മന്ത്രിസഭയൊന്നും രൂപീകരിച്ചിട്ടില്ല. അതിനു മുൻപ് തന്നെ ചീഫ് സെക്രട്ടറിക്കാണ് കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി സഞ്ജയ് കുമാർ ഇത്തരത്തിലൊരു കത്ത് അയക്കുന്നത്. ഈ കത്തിൽ പറയുന്നത് ഈ PM ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു മന്ത്രിസഭയുടെ ഉപസമിതി രൂപീകരിച്ച വിവരം സർക്കാർ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും, ഈ മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും PM ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തുടർ നടപടികൾ സ്വീകരിക്കുക. അതുവരെയും മരവിപ്പിച്ചതായി കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചത് മൂലം ഒരു കാലതാമസം ഈ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. ഇത് വിദ്യാർത്ഥികളെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സംസ്ഥാനം തയ്യാറാവണം. കൂടാതെ 5 വർഷം മാത്രമാണ് ഈ പദ്ധതിയുടെ കാലാവധി, 2022 മുതൽ 2027 വരെ. അതുകൊണ്ട് തന്നെ ചെറിയ സമയപരിധി മാത്രമാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിനുള്ളത്. അതുകൊണ്ട് അനാവശ്യ കാലതാമസം കാണിക്കാതെ പെട്ടെന്ന് തന്നെ ഈ പദ്ധതി നടപ്പിലാക്കണമെന്നും ഈ പദ്ധതിയുടെ ബെനിഫിറ്റ്സ് കുട്ടികൾക്ക് ലഭിക്കണം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി ആയിട്ടുള്ള സഞ്ജയ് കുമാർ ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചത്. ഈ സർക്കാർ രൂപീകരണം പൂർത്തിയാക്കാത്തത് മൂലം തന്നെ ചീഫ് സെക്രട്ടറി അന്ന് ഈ കത്തിന് മറുപടി നൽകിയിരുന്നില്ല. പിന്നീട് വിദ്യാഭ്യാസ മന്ത്രിയെ N. ഷംസുദ്ദീൻ ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെ ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയോട് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. അല്പസമയം മുമ്പ് മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള V. ശിവൻകുട്ടി വാർത്താ സമ്മേളനം നടത്തിയതിനു ശേഷമാണ് ഈ കത്തിന്റെ പൂർണ്ണ രൂപം പുറത്തുവിട്ടത്. ശ്യാമിലി, ശരി.